ഹലോ ഗൈസ്, വീണ്ടും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു 2010 മോഡൽ ഒരു പൾസറാണ്. ഈ പൾസറിന് വളരെയധികം വ്യത്യാസമുണ്ട്. ഇതെന്താ ഇതിന് വ്യത്യാസം എന്നുള്ളത് ഞാനിതിന് ലാസ്റ്റ് പറഞ്ഞുതരാം. ഈ വണ്ടി നമ്മൾ കുറച്ച് രീതിയിലേക്ക് കൺവേർഷൻ നടത്തിയിട്ടുണ്ട്. കൺവേർഷൻ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വണ്ടി ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ മൊത്തത്തിലുള്ള കളറെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡായിരുന്നു. റെഡ് പൾസറായിരുന്നു. അത് ഈ മഡ്ഗാർഡിൻ്റെ ഈ കളറിലുള്ള റെഡ് പൾസറായിരുന്നു. ഇത് നമ്മൾ മിഡ്നൈറ്റ് ബ്ലാക്കിലേക്ക് ഓൾറെഡി ചേഞ്ച് ചെയ്തെടുത്തു. പിന്നെ അതുപോലെ തന്നെ കസ്റ്റമർക്ക് ഈ വണ്ടിക്ക് സിൽവർ വേണ്ടാന്നായിരുന്നു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മളിതിൽ ചെയ്ത ഭാഗങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സാരി ഗാർഡ് വരുന്നത് ലേഡീസ് ഫുട്രസ്റ്റിൻ്റെ ഈ ഒരു സ്റ്റെപ്പ്, രണ്ട് സൈഡത്തെ സ്റ്റെപ്പ്, ഇത് നമ്മൾ സെമി മാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. എൻജിൻ ഓൾറെഡി സെമി മാറ്റ് തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹാൻഡലിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ, ഇത് നമുക്ക് സാധാ പൾസറിനൊക്കെ 2010 മോഡലൊക്കെ വന്നുകൊണ്ടിരുന്നത്, പിന്നെ നമുക്ക് ഇവിടെയൊക്കെ ഒരു സിൽവർ ഷെയ്ഡായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് മാറ്റിയിട്ട് ഇത് നമ്മൾ ഗ്ലോസി ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ കീ സെറ്റൊക്കെ മാറ്റി 220 ടൈപ്പ് കീ സെറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് വർക്ക് നടന്നുകൊടുക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി ഫ്രണ്ടിലെ മഡ്ഗാർഡ് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാനുണ്ട്. പിന്നെ ഈ വണ്ടി കുറേ കാലമായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 1.5 വർഷത്തോളം വണ്ടി സ്റ്റാർട്ടാക്കാണ്ട് കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെതായ കുറച്ച് മെയിൻ്റനൻസ് വണ്ടിക്കുണ്ട്. അപ്പോൾ അതൊക്കെ ഏകദേശം കഴിഞ്ഞ് വണ്ടി ഫിനിഷിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിയുള്ള കൺവേർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കാണിച്ചു തരാം. അതാണ് ഈ വണ്ടിയുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മളിതിൽ സെറ്റ് ചെയ്തെടുത്ത സ്റ്റിക്കർ ഇതാ, ഈ ഒരു ടൈപ്പ് സ്റ്റിക്കറാണ്. നമ്മളൊക്കെ വരുന്ന ടൈപ്പ് സ്റ്റിക്കറാണ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ടാങ്കിൻ്റെ സൈഡ്സിലാണെങ്കിലും ഇതുപോലത്തെ ഒരു 150 എന്നുള്ള വലിയൊരു എഴുത്ത് വരുന്ന 2 സ്റ്റിക്കർ നമ്മൾ ടാങ്കിൻ്റെ സൈഡിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചതാണ്, അടുത്തൊരു ക്ലിയർ കോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ ടാങ്കിൻ്റെയൊക്കെ ലുക്ക് എന്ന് പറയുന്നുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ടൈൽ പാനലിലേക്ക് വരുന്ന സമയത്തും, ഇത് നമ്മുടെ ടൈൽ പാനൽസിലേക്കാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത സ്റ്റിക്കേഴ്സ് ഈ ടൈപ്പിലുള്ള സ്റ്റിക്കറാണ്. കുറച്ച് ഗ്രാഫിക്സ് കൂടി വരുന്ന സ്റ്റിക്കറാണ്. ഇത് നമ്മുടെ ടാങ്കിൻ്റെ 2 എൻഡിലായിട്ട് വരുന്ന ചിറകിന് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫൈനൽ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും.